അടുപ്പത്ത് വെച്ച് ചൂടായി എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് മാറ്റി അരച്ചെടുക്കണേ. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് അരച്ചൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് മാറ്റിയെടുക്കണം. നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒരു പാത്രത്തിലോട്ട് നമുക്കിതിനെ മാറ്റാം. അതിന് ശേഷം അതേ ചട്ടിയിലോട്ട് തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചൊന്ന് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് സവാള, പച്ചമുളക്, തക്കാളിക്ക ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. തക്കാളിക്കൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നൊരു പരുവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന ആ സമയത്ത് നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഒന്ന് വാടി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. കാരണം വെച്ചാൽ ഓൾറെഡി അത് മൂപ്പിച്ചെടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ താമസമില്ലാതെ ലിവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ലിവറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി എല്ലാം നമ്മളൊരു 3 വിസിൽ വരെ വരുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ. അതിന് വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് വേവിച്ചേക്കും കേട്ടോ. ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ അവസാനമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബാക്കി പാർട്സ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വീണ്ടും നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഒതുക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് വേവിച്ച് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വെള്ളം ഒന്ന് കുറച്ചൊന്ന് വറ്റി വരണം. ആ നേരം കൊണ്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ വെക്കുമ്പോഴേക്കും നമ്മൾ ആ വെള്ളം എല്ലാം വറ്റി നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, ഇത് ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയത്താണ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ മുമ്പ് പാർട്സ് വേവിച്ചപ്പോഴും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒതുക്കി നമുക്ക് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമുക്കത് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇളക്കുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞു പൊക്കോളും.